അങ്ങനെ കേരളം അടുത്ത ഇലക്ഷൻ പടിവാതിൽ എത്തി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് 2 തവണ LDF അധികാരത്തിൽ വരുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അഭിമാന പ്രശ്നമാണ്. ഹാട്രിക്ക് നേടി LDF വീണ്ടും അധികാരത്തിൽ വരും എന്ന് പറയുന്ന ഒരു വിഭാഗം നിൽപ്പുണ്ട്. പക്ഷെ അങ്ങനെയല്ല, കോൺഗ്രസിന് അനുകൂലമായ സാഹചര്യങ്ങളാണെന്ന് പറയുന്ന മറുവിഭാഗം മറ്റൊരു സൈഡിലുമുണ്ട്. എന്തായിരിക്കും ഇനി മുന്നോട്ട്, പ്രത്യേകിച്ചും കോൺഗ്രസ്സിന് ഈ ഒരു ഇലക്ഷനിലുള്ള ഒരു സ്കോപ്പ് എന്താണ്? കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഈ നിലമ്പൂർ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം, ബൈ ഇലക്ഷൻ ജയിച്ചതിന് ശേഷം വലിയ പ്രതീക്ഷയിലാണ്. അവർ അധികാരത്തിലേക്ക് തിരിച്ചു വരും. കാരണം നീണ്ട 10 വർഷമാണ് അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്നത്. പ്രത്യേകിച്ച് അവരുടെ ഘടകകക്ഷിയായ മുസ്ലിം ലീഗിന് അത് ചിന്തിക്കാനേ പറ്റില്ല. മുസ്ലിം ലീഗിനെ പോലെയുള്ള ഒരു പാർട്ടിക്ക് അധികാരമില്ലാതെ മുന്നോട്ട് പോകുക എന്നുള്ളത് സ്വപ്നത്തിൽ പോലും. 5 വർഷം ഭരിക്കുന്നു, 5 വർഷത്തിന് ശേഷം വീണ്ടും വരുന്നു. പ്രധാനപ്പെട്ട വകുപ്പുകൾ ഇത്രയും കാലമുള്ള ട്രെൻഡ്, വിദ്യാഭ്യാസം, വ്യവസായം, വളരെ പ്രധാനപ്പെട്ട വകുപ്പുകളാണ് മുസ്ലിം ലീഗ് കൈവശം വെച്ചിരുന്നത്. അതുപോലെ തന്നെ അതിനകത്ത് പ്രധാനപ്പെട്ട പാർട്ടി എന്ന് പറയാൻ ഇപ്പോൾ കോൺഗ്രസ്, മുസ്ലിം ലീഗ്, പിന്നെ കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗമുണ്ട്. മറ്റ് പാർട്ടികൾ ഇപ്പോൾ RSP ഒക്കെ ഉണ്ട്. എന്നാലും ഏറ്റവും ശക്തരായിട്ടുള്ള ഘടകകക്ഷികളെന്ന് പറയുന്നത് ഈ മുസ്ലിം ലീഗും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് ജോസഫുമാണ്. നേരത്തെ മാണി ഗ്രൂപ്പ് ഉള്ളപ്പോൾ മാണി ഗ്രൂപ്പ് അതിനകത്ത് പവർഫുള്ളായിട്ടുള്ള ഒരു പാർട്ടിയായിരുന്നു. ഈ ഇലക്ഷന് ശേഷം വലിയ പ്രതീക്ഷയോടുകൂടിയാണ് അവർ മുന്നോട്ട് നീങ്ങുന്നത് കോൺഗ്രസ്. പക്ഷേ അതിനിടയ്ക്ക് കോൺഗ്രസ്സിന് ചില കാര്യങ്ങൾ, ഈ ആളുകൾ ഇതൊക്കെ ശ്രദ്ധിക്കും. ആളുകൾ പൊതുവേ രാഷ്ട്രീയം ശ്രദ്ധിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയയുടെ കാലത്ത് ഇത്തരം കാര്യങ്ങളൊക്കെ വളരെ പെട്ടെന്ന് ആളുകളിലേക്ക് എത്തുകയും ആളുകൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയൊക്കെ ചെയ്യും. അപ്പോൾ അവരെ സംബന്ധിച്ച് അവർ ഭരണം പിടിക്കണം എന്ന് കോൺഗ്രസ്സിന് ആഗ്രഹമുണ്ട്. അതങ്ങനെ വരുമെന്ന് അവർ വിചാരിക്കുകയും ചെയ്യുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് പണിയെടുക്കുന്നുണ്ടോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇത് പറയുമ്പോൾ കോൺഗ്രസിൻ്റെ നേതാക്കന്മാർക്കൊരു വൈഷമ്യമൊക്കെ ഉണ്ടാവും. പക്ഷെ അതൊരു യാഥാർത്ഥ്യമാണ്. എന്നോടൊരു നേതാവ് പറഞ്ഞൊരു ബ്ലോക്ക് പ്രസിഡൻറ്റ് വന്നിട്ട് പറഞ്ഞത്, എനിക്ക് 64 വയസ്സായി, ഞാൻ ഈ കതറുമൊക്കെ ഇട്ടിട്ട്, അദ്ദേഹം സർക്കാർ സർവീസിലുണ്ടായിരുന്ന ആളാണ്, രാഷ്ട്രീയ പ്രവർത്തനം ഉണ്ടായിരുന്നു, അതിനുശേഷം സർക്കാർ സർവീസിലേക്ക് പോവുകയും പിന്നീട് റിട്ടയർ ആയതിനു ശേഷം വീണ്ടും സജീവമായി രാഷ്ട്രീയത്തിലേക്ക് വരികയും ചെയ്തു. അതങ്ങനെയാണ്. ഈ രാഷ്ട്രീയ പൊതുജീവിതത്തിലുണ്ടായിരുന്ന ആളുകൾ സർവീസിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അവിടെ ഇരിക്കപ്പെടുതി ഉണ്ടാകത്തില്ല. അവർക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ചാടി ഇങ്ങനെ നിൽക്കണം. അതൊരു, കാരണം അത് അവരങ്ങനെ ശീലിച്ച ഒരു കാര്യം, അവർ സന്തോഷം അതാണ്, ജനങ്ങൾക്കിടയിൽ നിൽക്കുക എന്നുള്ളത്. പറഞ്ഞു, എൻ്റെ കൂടെ, എനിക്ക് 64 വയസ്സായി, എൻ്റെ കൂടെ ഇറങ്ങി വരാൻ ഈ പാർട്ടിയിൽ ചെറുപ്പക്കാരില്ല. കോൺഗ്രസിനെ സംബന്ധിച്ച് സോഷ്യൽ മീഡിയയിൽ ചെറുപ്പക്കാരുണ്ട്, ആളുണ്ട്. ഉണ്ട്. പക്ഷെ അല്ലാതെ ഒരു പ്രാദേശികമായി ഗ്രൗണ്ടിൽ ഇറങ്ങാൻ ആളില്ല. സമരത്തിന് ചെറുപ്പക്കാരുണ്ടാവും, യൂത്ത് കോൺഗ്രസിൻ്റെ സമരത്തിനൊക്കെ ഉണ്ടാവും. പക്ഷെ അതല്ലാതെ ഒരു പ്രദേശത്ത് ഇറങ്ങാൻ ആളിനെ കിട്ടുന്നില്ല എന്നുള്ളതാണ്. ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ ആളുകൾ, ഗ്രൗണ്ട് വർക്ക് ചെയ്യാൻ ഈ യുവതലമുറ ഇല്ലാതെ വരുന്നു. ഉണ്ടെങ്കിൽ തന്നെ അവരെ ഏകോപിപ്പിച്ച് കൊണ്ടുവരാനുള്ള ഒരു സംവിധാനം ഇല്ലാതെ പോകുന്നു. അതിനിടയ്ക്ക് കോൺഗ്രസ് ഒട്ടേറെ പ്രശ്നങ്ങളിലേക്ക് വരുന്നു. കെ സുധാകരനെ KPCC പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റുന്നു, സണ്ണി ജോസഫ് വരുന്നു. പിന്നീട് ഇപ്പോൾ കോൺഗ്രസിൻ്റെ KPCC ഭാരവാഹികളെ പ്രഖ്യാപിക്കുന്നു. അതിനകത്ത് തന്നെ ഒരു പരാതി എന്ന് പറഞ്ഞാൽ, പലരും ഈ പരിപാടി അവസാനിപ്പിച്ചിട്ട് പോയ ആളുകളെയൊക്കെ ഭാരവാഹികളാക്കിയിട്ടുണ്ടെന്നുള്ള പരാതി. അത് പിന്നെ എല്ലാ കാലത്തും KPCCയുടെ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുമ്പോൾ പരാതി ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ജംബോ കമ്മിറ്റികളാണ് പലപ്പോഴും വരുന്നത്. എല്ലാവർക്കും ഭാരവാഹിത്വം വേണം. അപ്പോൾ എല്ലാവരും സെക്രട്ടറിമാർ, എല്ലാവരും ജനറൽ സെക്രട്ടറിമാർ, എല്ലാവരും വൈസ് പ്രസിഡന്റുമാർ, ആ രീതിയിലേക്കൊക്കെ മാറും. പിന്നെ സാമുദായിക പരിഗണനയൊക്കെ നോക്കിയിട്ടാണല്ലോ ചെയ്യുന്നത്. അപ്പോൾ അതിനിടയ്ക്കാണ് രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയം വരുന്നു. ആ വിഷയം വരുമ്പോൾ അതിനകത്ത് VD സതീശനെതിരെ സൈബർ അറ്റാക്ക് ഉണ്ടാവുന്നു. അതിങ്ങനെ ഇപ്പോഴും അത് നിൽക്കുന്നുണ്ട്. സൈബർ അറ്റാക്ക്, അത് ഈ രാഹുൽ മാങ്കൂട്ടത്തലിൻ്റെ വിഷയമൊക്കെ നമ്മൾ ആളുകൾ അതിനെ ആ രീതിയിൽ കാണുന്നു. അപ്പോൾ അതിനെ വലിയ കാര്യമാക്കേണ്ടതില്ല എന്നുള്ളൊരു രീതിയിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ പോലും കോൺഗ്രസിനകത്ത് പക്ഷേ രാഹുലിനെ തകർക്കാനുള്ള ശ്രമം ആരുടെയൊക്കെ ഭാഗത്തു നിന്നുണ്ടായി എന്നുള്ള ഒരു തോന്നലുണ്ടായിട്ടുണ്ട്. അതിനാരൊക്കെയോ കുട പിടിച്ചു. കാരണം കേസുള്ള ആളുകൾ അസംബ്ലിയിൽ ഇരിക്കുന്നു. വിൻസെൻ്റ് അവിടെ കേസിൽ ജയിലിൽ കിടന്ന ആളാണ്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ കേസുള്ള ആളാണ്. ഇവിടെ ഒരു പരാതിയും ഇല്ലാതെ നമുക്ക് പലതും ഓഡിയോ ക്ലിപ്പ് പുറത്ത് വന്നു, അല്ലാതെ പലരും എഴുതിയതൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ ഒരു സ്ത്രീകൾ പോലും പരാതി കൊടുത്തിട്ടില്ല. പരാതിയുമായിട്ട് ഒരാൾ വരാത്തിടത്തോളം കാലം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ക്രൂശിക്കേണ്ടതില്ല എന്നുള്ളൊരു അവരുടെ തന്നെ ആവശ്യമുണ്ടോ എന്നൊരു ചിന്തിക്കേണ്ട ഒരു കാര്യം. രാഹുൽ മാങ്കൂട്ടത്തിലാർത്ത് ഇപ്പോൾ കോൺഗ്രസിലുണ്ടോ എന്ന് ചോദിച്ചാൽ കോൺഗ്രസിലില്ല. പക്ഷേ രാഹുൽ പോകുന്നിടത്തെല്ലാം കോൺഗ്രസ്സുകാരുണ്ട്. അതായത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇപ്പോൾ CPM-ൽ നിന്ന് ഒരാളെ പുറത്താക്കി, CPM-ൽ നിന്ന് ഒരാളെ പുറത്താക്കിയാൽ അയാൾ പോകുന്ന പരിപാടിക്കൊന്നും പിന്നെ CPM-മാർ പോവില്ല. അങ്ങനെയാണല്ലോ അതിൻ്റെ ഒരു രീതി.
കാരണം പോയി കഴിഞ്ഞാൽ പിന്നെ പോകുന്ന ആളും പിന്നെ പാർട്ടിയുടെ ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ പോകുന്നിടത്ത് കോൺഗ്രസിൻ്റെ അസംബ്ലിയിലേക്ക് പോകുന്നിടത്തും യൂത്ത് കോൺഗ്രസിൻ്റെ ആൾ പോകുന്നു. പാലക്കാട് ചെന്നിറങ്ങുമ്പോഴും അവിടുത്തെ പാർട്ടിയുടെ ആളുകൾ കൂടെയുണ്ട്. അതായത് രാഹുൽ ഇപ്പോഴും പാർട്ടിയിൽ തന്നെയാണ്. പലപ്പോഴും കോൺഗ്രസ് നേരിടേണ്ടി വരുന്നൊരു അധിക്ഷേപം എന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് ട്രോളായിട്ടൊക്കെ പറയുന്നത് കോൺഗ്രസ്സുകാർക്ക് എപ്പോഴും ലൈലൈറ്റിൽ നിൽക്കണം, അല്ലെങ്കിൽ ഈ പത്രമാധ്യമങ്ങളിലുമൊക്കെ മുൻനിരയിൽ പ്രത്യക്ഷപ്പെടാൻ താല്പര്യപ്പെടുന്ന ഒരു വിഭാഗമാണ്. അപ്പോൾ നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും അത്തരം വ്യക്തികളോടൊപ്പം ചേർന്ന് പോകാനായിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരുണ്ട്. അത് ഈ കോഴിക്കോട് ആ DCC ഓഫീസിൻ്റെ ഉദ്ഘാടനം നടന്ന സമയത്താണ് വലിയ നേതാക്കൾ പോലും ഈ സ്ഥലം മാറിക്കൊടുക്കുന്നില്ല. ക്യാമറയുടെ മുമ്പിൽ നിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഇടിയാണ്, തിക്കും തിരക്കുമാണ്. അങ്ങനെയാണ് അവർ പിന്നീട് തീരുമാനമെടുത്തത് ഈ കസേരയിലെല്ലാം പേരെഴുതി വെക്കും, പ്രധാനപ്പെട്ട ആളുകളുടെ പേരെഴുതി അതിനകത്ത് ഇരിക്കാവും. നമുക്കറിയാലോ പണ്ട് ഈ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും പ്രസംഗിക്കുമ്പോഴൊക്കെ പുറകിൽ ഒരു കൂട്ടം ആളുകൾ ഉണ്ടാവും ഈ ക്യാമറയിൽ പെടാൻ വേണ്ടിയിട്ട്. അങ്ങനെയൊക്കെയാണ് നേതാക്കന്മാരുടെ കോൺഗ്രസിൻ്റെ ഒരു രീതി അങ്ങനെ. പക്ഷേ ആ രീതി വെച്ചിട്ട് പുതിയ കാലഘട്ടത്തിൽ കോൺഗ്രസ്സിന് ഭരണത്തിലേറാൻ പറ്റില്ല. കാര്യമായി വർക്ക് ചെയ്യണം. പ്രത്യേകിച്ച് ഈ നമ്മുടെ ചെറുപ്പക്കാർ അവരെ ആകർഷിക്കുന്ന പരിപാടികളും പദ്ധതികളും ഉണ്ടാകണം. വോട്ടർമാരിൽ നല്ലൊരു വിഭാഗം എന്ന് പറയുന്നത് ഈ ചെറുപ്പക്കാരെങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് പ്രധാനപ്പെട്ട ഘടകമാണ്. അതേസമയം വലിയ സാധ്യത കോൺഗ്രസ്സിനുണ്ട്. ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചാൽ അതുണ്ട്, അതില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇത് തന്നെയാണ് മധ്യപ്രദേശിൽ തുടർച്ചയായി BJP ഭരിക്കുകയും അവിടെ ഭരണവിരുദ്ധ വികാരമുണ്ട്. ഇത്തവണ കോൺഗ്രസ് അധികാരത്തിൽ വരും എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ട് അവിടെ വീണ്ടും BJP തന്നെ അധികാരത്തിൽ. ഇവിടെ പ്രത്യേകിച്ച് പറഞ്ഞ പോലെ അങ്ങനെ ഒരു അഡ്രസ്സ് ചെയ്യപ്പെടുന്നുണ്ടോ എന്നുള്ള, അല്ലെങ്കിൽ ജനങ്ങൾക്ക് ആ ഒരു ചിന്ത ഉണ്ടാക്കിയെടുക്കാനായിട്ട് പ്രതിപക്ഷത്തിന് സാധിക്കുന്നുണ്ടോ എന്നുള്ള വലിയൊരു ചോദ്യമാണ്. സഭയ്ക്കകത്ത് വലിയ ചൂടേറിയ പ്രക്ഷുബ്ധമായ രംഗങ്ങൾ ഉണ്ടാകുന്നു, പല രീതിയിലുള്ള വാക്കേറ്റങ്ങൾ ഉണ്ടാകുന്നു, നമ്മൾ ഈ റീലുകളായിട്ട് കട്ടിയിടാൻ വേണ്ടിയിട്ടുള്ള പ്രസംഗങ്ങളുടെ ഭാഗങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ ഈ പ്രത്യക്ഷ സമരത്തിലേക്കോ അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നിന്ന് അതിനെ വലിയൊരു വലിയൊരു സമരത്തിലേക്കോ അല്ലെങ്കിൽ വലിയൊരു ചർച്ചകളിലേക്കോ ഒക്കെ മാറ്റാനായിട്ട് കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നുള്ളൊരു ചോദ്യമാണ്. അതെ അല്ല, ഈ വിഷയങ്ങൾ ഏറ്റെടുത്തിട്ട് അത് ഫോളോ അപ്പ് ചെയ്യാതെ പറ്റുന്നില്ല. ഓരോ വിഷയങ്ങൾ കൊണ്ടുവരും, പക്ഷെ അത് അടുത്ത ദിവസം അത് കഴിഞ്ഞു. അതിനെ നിലനിർത്തിക്കൊണ്ടുപോകാം. അതാണ് വിജയം. ഇപ്പോൾ പണ്ട് VS എന്താ ചെയ്തത്? VS ഈ കാടും മലയെല്ലാം കയറുന്നു, അപ്പോൾ മതികെട്ടാനിൽ പ്രശ്നം ഉണ്ടാകുന്നു, അല്ലെങ്കിൽ അവിടെയൊക്കെ കയറുന്നു. അപ്പോൾ അതിങ്ങനെ ദിവസങ്ങളോളം അതിന് പരിഹാരം കാണുന്നതിന് വിടില്ല. അന്തരീക്ഷത്തിൽ ആ സാധനം VS നിർത്തും. VS ഒരു പ്രക്ഷോഭം ഏറ്റെടുക്കുന്നു. പ്രക്ഷോഭം ഏറ്റെടുത്താൽ പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ വിജയം അതായിരുന്നു. അപ്പോൾ ആ പ്രക്ഷോഭത്തെ ഇങ്ങനെ കൊണ്ടുപോകാൻ അദ്ദേഹത്തിന് അറിയാം, ജനങ്ങളിലേക്ക് അത് എത്തിക്കാനുള്ള മാർഗം അദ്ദേഹത്തിന് അറിയാം. ഇവിടെ പക്ഷേ നമ്മൾ FBയിൽ വന്ന് ഒരു പോസ്റ്റ് ഇടുന്നു, അല്ലെങ്കിൽ വാർത്താ സമ്മേളനം നടത്തുന്നു, മാധ്യമങ്ങളെ കാണുന്നു. ഇതിനപ്പുറത്തേക്ക് ഈ വിഷയത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാനും ഗവൺമെന്റിനെതിരെ ഒരു വികാരം ഉണ്ടാക്കിയെടുക്കാനും എത്രയോ വിഷയങ്ങൾ അതേസമയത്ത് വലിയൊരു അഴിമതിയാണ്, വലിയൊരു പ്രശ്നമാണ് ജനങ്ങളെ തോന്നിപ്പിക്കാനായി കഴിയുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ്. തന്നെ എത്രയോ വിഷയങ്ങൾ അന്തരീക്ഷത്തിൽ നിൽക്കുന്നു. ആ വിഷയങ്ങളിലൊന്നും സ്വർണ്ണപ്പാളി വാദം, അതെ അതൊന്നും അതിനകത്തുമൊക്കെ ഇവര് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഇവര് കാൽനട ജാഥയൊക്കെ നടത്തുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെ എത്രമാത്രം ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം. പലപ്പോഴും പ്രതിപക്ഷത്ത് LDF ഇരിക്കുന്ന സമയത്ത് ശരിയും തെറ്റുമല്ല നമ്മൾ പറയുന്നത്, പക്ഷെ അവരുടെ സമരമുറകൾ വലിയ രീതിയിലേക്ക് ചർച്ച ചെയ്യപ്പെടുന്ന രീതിയിലേക്ക്, അല്ലെങ്കിൽ കുറച്ചധികം ദിവസങ്ങൾ സമരങ്ങൾ പ്രക്ഷോഭങ്ങളുമായിട്ട് മുന്നോട്ട് പോകുന്ന രീതി ഇടതുപക്ഷം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. അല്ല, ഈ സമരം നടത്താൻ മെടുക്കരവിടെ. അതെ, യൂത്ത് കോൺഗ്രസ് ഒക്കെ ഇപ്പോഴാണ് ഈ പറഞ്ഞ പോലെ നമ്മൾ പണ്ടൊക്കെ പറഞ്ഞിരുന്നു, പണ്ടൊക്കെ അടിയിൽ എഴുതി കാണിച്ച് ഓടും നമ്മൾ തമാശ രൂപേണ പറയാറുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ അവർ കുറച്ചുകൂടി സ്ട്രോങ് ആയി നമുക്ക് സ്ട്രോങ് ആയിരുന്നു. അത് രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ വന്നതിന് ശേഷം, ആ ഒരു ടീം വന്നതിന് ശേഷം, ചെറുപ്പക്കാരുടെ ടീം ഉണ്ടായതിനു ശേഷം സമരമുഖത്ത് അവർ സജീവമായിരുന്നു. പക്ഷേ ഈ രാഹുൽ മാങ്കൂട്ടത്തിലൊക്കെ ഇങ്ങനെ പിന്നിലേക്ക് പോയതിനു ശേഷം അവരും സമരമുഖത്തില്ല. പിന്നെ മുതിർന്ന നേതാക്കളിൽ എത്ര പേരാണ് ഇത്തരം വിഷയങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് മുന്നിൽ നിൽക്കുന്നത്? ജനങ്ങൾ അങ്ങ് വെറുതെ വിചാരിക്കും. പണ്ട് VD സതീശൻ തന്നെ പറഞ്ഞതാണ്, ഉമ്മൻചാണ്ടിയുടെ ഭരണം, ആ ഭരണത്തിൻ്റെ അവസാന ഘട്ടത്തിൽ പരാജയപ്പെട്ടു. ദയനീയമായി കോൺഗ്രസ് UDF പരാജയപ്പെടുന്നു. ആ പരാജയപ്പെട്ട സമയത്ത് VD സതീശൻ പറഞ്ഞൊരു വാചകമുണ്ട്, ഈ ഒരു പദ്ധതിയും ജയിക്കാനൊരു പദ്ധതിയും ഉണ്ടായിരുന്നില്ല, ജനങ്ങൾ വോട്ട് ചെയ്യും എന്നങ്ങ് വെറുതെ വിചാരിച്ചിരിക്കുക, ജനങ്ങൾ വെറുതെ വന്നങ്ങ് വോട്ട് ചെയ്യുമോ? ഇത് തന്നെയാണ് നമുക്ക് ചോദിക്കാനുള്ളത്. ഈ ജയിക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള പദ്ധതി ഉണ്ടാകണം. തെരഞ്ഞെടുപ്പ് ജയിക്കുക എന്ന് പറയുന്നത് അതൊരു വലിയ സ്കില്ലാണ്. ചേട്ടൻ ഇപ്പം പറഞ്ഞ പോലെ തെരഞ്ഞെടുപ്പ് സമയം അടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള ഗ്രൂപ്പ് പോരുകളും കോൺഗ്രസിന് വരാറുണ്ട്. ഈ പറഞ്ഞ പോലെ വലിയ സമരങ്ങളോ അല്ലെങ്കിൽ വലിയ രീതിയിലേക്ക് ഭരണപക്ഷത്തിന്റെ പ്രശ്നങ്ങളോ ഒക്കെ ഉയർത്തിക്കാട്ടേണ്ട സമയത്ത് അവർക്കകത്ത് പോലും അവർക്ക് ഐക്യമില്ല തോന്നിപ്പിക്കുന്ന പോലെയുള്ള പല പ്രശ്നങ്ങളും ഉടലെടുക്കുകയും ചെയ്യുന്ന സമയങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് നമ്മൾ പറഞ്ഞു വന്നപ്പോഴത്തേക്ക് നമ്മൾ പിന്നെ ചർച്ച വഴിമാറി പോയി.
പിന്നീട് ഇപ്പോൾ ഈ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷനെ തിരഞ്ഞെടുക്കുന്ന സമയത്ത് അബിൻ വർക്കി സ്വാഭാവികമായും അദ്ദേഹത്തിന് അർഹനാകേണ്ട ഒരു സ്ഥാനമാണ്. കാരണം രാഹുൽ മാങ്കൂട്ടത്തിന് തൊട്ട് പിന്നിലായിട്ട് 2ാം സ്ഥാനത്ത് 1,70,000 മറ്റോ വോട്ട് ലഭിച്ച ആളാണ്. അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ഉപാധ്യക്ഷനായി. പക്ഷേ 19,000 വോട്ടോ മറ്റോ ലഭിച്ച ആളാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. അത് അവിടെ ചില നേതാക്കന്മാരുടെ കളികൾ, അത് പണ്ട് എ ഗ്രൂപ്പ്, ഐ ഗ്രൂപ്പ് ഇവരായിരുന്നു കരുത്തന്മാർ. ഇപ്പോൾ അതില്ല. അതിന് പകരം ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ KC വേണുഗോപാലിൻ്റെ കൂടെ നിൽക്കുന്ന കുറേയധികം ആളുകൾ, അല്ലെങ്കിൽ സതീശൻ്റെ കൂടെ VD സതീശനൊപ്പം നിൽക്കുന്ന ആളുകൾ. അവരാരൊക്കെയാണോ അവർക്കാണ് സ്ഥാനം കിട്ടും. ഇപ്പോൾ രമേശ് ചെന്നിത്തല നിർദ്ദേശിച്ച ഒരാളാണ്. രമേശ് ചെന്നിത്തലയ്ക്കും കൂടെ താല്പര്യമുള്ള ഒരാളായിരുന്നു അബിൻ വർക്കി. പക്ഷേ രമേശ് ചെന്നിത്തലയുടെ ഹരിപ്പാട് തന്നെയുള്ള ആളിനെയാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനായിട്ട് KC വേണുഗോപാലും VD സതീശനും തീരുമാനിച്ചത്. അതായത് രമേശ് ചെന്നിത്തലയുടെ വാക്കിന് പുല്ലുവിലയാണ് എന്ന്, അതായത് നിങ്ങൾ പറയുന്ന ആളിനെ വെക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല എന്നുള്ളതാണല്ലോ എൻ്റെ അർത്ഥം. അപ്പോൾ രമേശ് ചെന്നിത്തല പറഞ്ഞ ആളിനല്ല, അപ്പോൾ അദ്ദേഹം അത് പരാതിയായിട്ട് പോകുന്നു. പക്ഷേ യഥാർത്ഥത്തിൽ അബിൻ വർക്കി അതിന് അർഹനാണ്. പിന്നെ സാമുദായിക പരിഗണന എന്നൊക്കെ പറഞ്ഞിട്ടാണ് മാറ്റി നിർത്തിയത്. അത് അയാൾ പത്രസമ്മേളനം വിളിച്ചൊക്കെ മാധ്യമങ്ങളെ കാണുകയൊക്കെ ചെയ്തു. മാധ്യമങ്ങളെ കാണണമെങ്കിൽ അബിൻ വർക്കിയെ പോലെ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ നേതാവ് ഒറ്റയ്ക്കൊരു തീരുമാനം എടുത്തു വന്ന് മാധ്യമങ്ങളെ കാണില്ല. അത് കൃത്യമായി വലിയ ഏതോ ഒരു നേതാവിൻ്റെ സപ്പോർട്ട് പിന്തുണയുള്ളത് കൊണ്ടാണ്. അപ്പോൾ എ ഗ്രൂപ്പും ഐ ഗ്രൂപ്പും പക്ഷെ അവർക്ക് പഴയതുപോലെ കരുത്തില്ല. കരുത്ത് മുഴുവൻ KC വേണുഗോപാലിനും VD സതീശനുമാണ്. KC വേണുഗോപാലിന് പണ്ട് മുതൽ തന്നെ കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹമുള്ള ഒരാളാണ്. VD സതീശനും കേരളത്തിൽ മുഖ്യമന്ത്രിയാകണം എന്നുള്ള ആഗ്രഹമുള്ള ആളാണ്. രമേശ് ചെന്നിത്തലയ്ക്കും ആഗ്രഹമുള്ള ആളാണ്. അദ്ദേഹത്തിന് പക്ഷേ കഴിഞ്ഞ തവണ അദ്ദേഹത്തെ ഇപ്പോൾ VD സതീശന് പകരം രമേശ് ചെന്നിത്തലയായിരുന്നു പ്രതിപക്ഷ നേതാവെങ്കിൽ സ്വാഭാവികമായിട്ടുള്ള കാൻഡിഡേറ്റ് എന്നുള്ള നിലയിൽ അദ്ദേഹം തന്നെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകുമായിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് പണ്ട് ആദ്യമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് അവസാനത്തേക്ക് പോയിരിക്കുന്നു. അപ്പോൾ അവിടെ VD സതീശൻ അല്ലെങ്കിൽ KC വേണുഗോപാൽ എന്നുള്ള നിലയിലേക്ക് മാറിയിരിക്കുന്നു. ആ രീതിയിൽ നിൽക്കുമ്പോഴാണ് ഇത്തരം പ്രശ്നങ്ങൾ ഈ യൂത്ത് കോൺഗ്രസിൻ്റെ പേരിലായാലും അല്ലാതെയൊക്കെ അസാരസ്യങ്ങൾ ഉടലെടുക്കുന്നു. ഗ്രൂപ്പ് എയും ഐക്കും അതിനകത്ത് തന്നെ വലിയ വിമർശനങ്ങൾ. ഇപ്പോൾ ചാണ്ടി ഉമ്മനൊക്കെ വന്ന് അദ്ദേഹത്തെ മാറ്റി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അദ്ദേഹത്തിനെ പരിഗണിച്ചില്ല KPCC ഭാരവാഹിയായിട്ട് എന്നൊക്കെ. അത് പിന്നെ പണ്ടും കോൺഗ്രസിൽ ഇത്തരം ഗ്രൂപ്പും ഇതൊന്നും പുതുമയുള്ള കാര്യങ്ങളൊന്നുമല്ല. AK ആന്റണിയുടെയും K കരുണാകരൻ്റെയും കാലത്ത് AK ആന്റണി ജീവിച്ചിരിപ്പുണ്ട്. പിന്നെ K കരുണാകരൻ്റെ കാലത്ത് ഇതൊന്നും അല്ല. ഇതൊക്കെ ചെറുത്. നമ്മൾ പറയും ഇത് ചെറുതാണ്. ഇതൊന്നും അല്ല ഗ്രൂപ്പ് പോര്. ശക്തമായ ഗ്രൂപ്പ് വഴക്കായിരുന്നു. ആ ഗ്രൂപ്പ് പോരിനിടയിലും പക്ഷേ പാർട്ടി നിലനിൽക്കണം എന്നുള്ള ചിന്തയുണ്ടായിരുന്നു. ഗ്രൂപ്പല്ല, പാർട്ടി നിൽക്കണം. ഗ്രൂപ്പ് ഉണ്ടാവും, പക്ഷെ പാർട്ടി അവർ നിരന്തരം അധികാരം. കരുണാകരനും ആന്റണിയും അങ്ങനെ ഗ്രൂപ്പ് പോരിൽ നിൽക്കുന്ന സമയത്തും കേരളത്തിൽ കോൺഗ്രസ് ശക്തമായിരുന്നു. കോൺഗ്രസ് നിരന്തരം മാറിയും തിരിഞ്ഞും അധികാരത്തിൽ വന്നുകൊണ്ടിരുന്നു. ഇലക്ഷനുകൾ ജയിച്ചുകൊണ്ടേയിരുന്നു. പക്ഷേ ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് ജയിക്കണമെങ്കിൽ ഈ 2-3 കാര്യങ്ങൾ. ഒന്ന്, കോൺഗ്രസ് ഐക്യത്തോടെ നിൽക്കണം. 2, ഈ പറയുന്ന ചെറുപ്പക്കാർ ചോദിക്കും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ പരിപാടി. അപ്പോൾ ആ പരിപാടി നമുക്ക് പറയാനുണ്ടാവണം. കൃത്യമായിട്ട് ഞങ്ങൾ ഇങ്ങനെ കാര്യങ്ങൾ അത് ബോധ്യപ്പെടണം, ആളുകൾക്ക് ബോധ്യപ്പെടണം. ഈ കഴിഞ്ഞ തവണ ഇവർ കാണിച്ച വലിയ മണ്ടത്തരം എന്ന് പറയുന്നത്, കഴിഞ്ഞ തവണ ഈ കിറ്റ് കൊടുത്തതിനെ വിമർശിക്കുന്നുണ്ടെങ്കിൽ പോലും ആ സമയത്ത് ജനങ്ങൾക്ക് അതൊരു വലിയ ആശ്വാസമായിരുന്നു. ജനത്തിന് പുറത്തിറങ്ങാൻ വയ്യാത്തൊരു സമയമാണ്. ആളുകളുടെ ഈ കാശില്ലാതിരിക്കുന്ന സമയമാണ്. ഈ പാവപ്പെട്ടവർ മുതൽ പണക്കാർ എല്ലാവരും പോയി കിറ്റ് വാങ്ങിച്ചു. ആ കിറ്റ് കൊടുക്കുന്നതിനെതിരെ രമേശ് ചെന്നിത്തല അന്ന് കോടതിയിൽ പോയപ്പോൾ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ, പാവപ്പെട്ടവൻ്റെ അന്നം മുടക്കുന്ന ആളുകളാണ് കോൺഗ്രസ് എന്നുള്ള രീതിയിലേക്ക് ലേബൽ ചെയ്യപ്പെട്ടു. അപ്പോൾ ഈ അങ്ങനെയുള്ള ചില കാര്യങ്ങൾ അതൊക്കെ ഇലക്ഷൻ സമയത്ത് അതൊക്കെ തിരിച്ചടിക്കും. അപ്പോൾ അത് മനസ്സിലാക്കി പ്രവർത്തിക്കുക എന്നുള്ളതാണ്, പണിയെടുക്കുക എന്നുള്ളതാണ്. ഈ വളരെ കുറച്ച് നാളുകളേ ഉള്ളൂ. ഈ ആളുകളൊക്കെ പണിയെടുക്കുക, എല്ലാവരും ഇറങ്ങി പണിയെടുക്കുക, ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങുക. എത്ര പേർ ഇറങ്ങുന്നുണ്ട്? അപ്പോൾ ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പല സ്ഥലങ്ങളിലും നമുക്കിപ്പോൾ അറിയാം. നേരത്തെ കോൺഗ്രസിൻ്റെ ശക്തി കേന്ദ്രങ്ങളായിരുന്ന ചില ഇടങ്ങളിൽ ഇപ്പോൾ കോൺഗ്രസ്സുകാരില്ല. CPM-ഉം BJP-യും മാത്രമേ ഉള്ളൂ. കോൺഗ്രസിന് ജയിക്കാൻ അല്ലെങ്കിൽ ജയിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഇനിയും സമയമുണ്ട്. ഉണ്ട്, തീർച്ചയായിട്ടും. പല രീതിയിലാണ്. അതെ, പിന്നെ ചിന്തിച്ചതൊക്കെ കിടക്കുകയാണെങ്കിൽ ഇങ്ങനെ വിചാരിക്കുന്ന പോലെ കോൺഗ്രസ് നമ്മൾ ഇത്തവണ അധികാരത്തിൽ വരും, ജനങ്ങൾ വോട്ട് ചെയ്യും എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ വരത്തില്ല. അതിന് വേണ്ടിയിട്ട് പണിയെടുക്കണം. പ്രവർത്തിച്ചാൽ തീർച്ചയായിട്ടും അവർ അധികാരത്തിൽ വരും.